കൊള്ളാം. അപ്പോ കാക്കിയിട്ട പോലീസുകാർ വിളിച്ചാലും നീ വരും? കൊല്ലാനാണോ വളർത്താനാണോന്ന് അറിയില്ലല്ലോ. വിളിച്ചത് പോലീസല്ലേ. ഓ, രണ്ടായാലും എനിക്ക് കുഴപ്പമില്ലാത്തോണ്ട് ഞാനിങ്ങ് പോന്നു. പണ്ടും നീ ഇങ്ങനെ തന്നെയായിരുന്നു. മുന്നും പിന്നും നോക്കാതെ നീ എടുത്തങ്ങ് ചാടും. അങ്ങനെ ചാടിയതുകൊണ്ട് പലരെയും ചില ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ, രക്ഷപ്പെട്ടവർക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. ആ ഓർമ്മ ഉള്ളതുകൊണ്ടാണെന്ന് വെച്ചോ ഇപ്പം ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. കാര്യം വളരെ പ്രധാനപ്പെട്ടതാ. അത് പ്രോട്ടോകോൾ നോക്കാതെ നീയുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്റെ റിസ്കിലാ. അതായത് വിവരം പുറത്ത് പോവരുതെന്ന്. അല്ല, എനിക്ക് മനസ്സിലായില്ല. അതെ, ഞാൻ നിന്നെ ഒരാളെ കാണിക്കാം. നിനക്കവനെ വല്ല പരിചയമുണ്ടോ നോക്ക്. ഇങ്ങോട്ട് നോക്കണേ കഴിഞ്ഞു. ഇവന്റെ പേരിൽ 1-2 അടിപിടി കേസുകൾ ഉള്ളതാ. അതുകൊണ്ട് ഇവനെ അങ്ങനെ നമ്പാൻ കൊള്ളത്തില്ല. പ്രകാശിനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് ഇവനാണെന്നാണ് ഇവൻ പറയുന്നത്. അതിന് ഇവന് കൊട്ടേഷൻ കൊടുത്തത് മാണിക്കോത്ത് മഹേന്ദ്രനും എന്ന് ഇവൻ പറഞ്ഞോ? നേരെ മുമ്പിലല്ലേ നിൽക്കുന്നത്, പോയി ചോദിക്ക്. നേരാന്നോടാ ഞാൻ ഈ കേട്ടത്? ശരിയാണോ? മഹേന്ദ്രൻ മുതലാളി പറഞ്ഞിട്ടാ ഞാൻ ആ പയ്യനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത്. എന്തിനാ കൊല്ലുന്നെന്ന് നീ തിരക്കില്ലടാ. മുതലാളി പറഞ്ഞുറപ്പിച്ച കല്യാണം നടക്കാത്തതുകൊണ്ടുള്ള വിരോധം. ഒന്നുകിൽ പ്രകാശ് അല്ലെങ്കിൽ ചന്ദ്ര, അവരൊന്നിച്ച് ജീവിക്കരുതെന്നാ മുതലാളി തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു. എന്റെ ചോയ്സ് ആയിരുന്നു പ്രകാശ് എന്നത്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? മഹേന്ദ്രൻ മുതലാളിയുടെ മുന്നിൽ വെച്ചവരെ ഞാനിത് പറയാൻ തയ്യാറാ. ഞാനിത് എവിടെ വേണമെങ്കിലും പറയും. മഹേന്ദ്രൻ മുതലാളി പറഞ്ഞിട്ടാ ചെയ്തതെന്ന്. കേറി വാ ശാലിനി കുഞ്ഞെ. സത്യം ഇവിടെ ഇല്ല, ക്ഷേത്രത്തിൽ പോയിരിക്കുക.